കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അകലെയും വളരെ അടുത്തും എൻ്റെ ഈ മെസ്സേജുകൾ കേൾക്കുകയും ഓരോ ദിവസവും ഈ മെസ്സേജിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട മനോഹരമായൊരു സബ്ജക്റ്റിൻ്റെ വ്യത്യസ്തമായ ആശയങ്ങളിൽ കൂടെയാണ് ഓരോ പ്രഭാതത്തിലും നമ്മൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്ന ഈ വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ സൂക്ഷ്മമായും അതുപോലെ തന്നെ വളരെ വ്യക്തത പുലർത്തുന്ന നിലയിലാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും നിലയിൽ സംശയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സമീപിക്കാവുന്നതാണ്. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നതിന് ഒരു 3 വ്യൂസ് ഉണ്ട്, 3 പ്രത്യേക നിലപാടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ നിലപാട് എന്ന് പറയുന്നത് പ്രീ മില്ലേനിയൽ പെർസ്പെക്റ്റീവ്സാണ്. അതായത് പ്രീ മില്ലേനിയൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പഠിപ്പിക്കലുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചുമുള്ള ധാരണ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അതിൽ ഏതാണ് സത്യാവസ്ഥ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതും ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യമായി പ്രീ മില്ലേനിയൽ പെർസ്പെക്റ്റീവിലേക്ക് പോകാം. പ്രീ മില്ലേനിയൽ പെർസ്പെക്റ്റീവിൽ അഥവാ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സഭ ഇവിടുന്ന് എടുത്ത് കൊള്ളപ്പെട്ടതിന് ശേഷം റാപ്ചർ എന്ന് പറയും. അപ്പോൾ സഭയുടെ എടുക്കപ്പെടൽ, ഇത് മാത്രമല്ല ഇനിയും ചില പോയിന്റുകളുണ്ട്, അത് ഓരോ പ്രഭാതത്തിലും നമുക്ക് 1 by 1 ആയിട്ട് കേൾക്കാം. അപ്പോൾ സഭയുടെ എടുക്കപ്പെടലിന് ശേഷം സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നു. അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ് തന്നെ സഭ എടുക്കപ്പെടുന്നതിനെയാണ് പ്രീ മില്ലേനിയൽ എന്ന് പറയുന്നത്. ഈ സഭ എന്നാണ് എടുക്കപ്പെടുന്നത്? നമുക്കറിയാം, ഇന്ന് സഭായുഗത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. എഫെസോസ് മുതൽ ലവോദിക്ക വരെയുള്ള സഭയുടെ 7 കാലഘട്ടങ്ങൾ. ഈ 7 കാലഘട്ടങ്ങൾക്ക് 7 ഉപമകൾ മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ 7ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ലവോദിക്കയുടെ കാലഘട്ടമാണ്. ലവോദിക്കയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ എന്ന ഒരു നിലയിൽ മുൻപോട്ട് പോകുകയാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദൈവസഭയുടെ കാലഘട്ടം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആത്മീയം തണുത്ത് ഇന്ന് ആത്മീയനാണോ ഭൗതികനാണോ ജഡീകനാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോകുകയാണ്. ഇന്ന് ഏതൊരു നിലപാടുകൾ എടുത്താലും അവിടെയെല്ലാം ഒരു ഭൗതിക തലവും ഒരു ജഡീക തലവും കൈക്കടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എങ്കിലും ഞാൻ പറയാം, സഭയെ ചേർക്കാൻ കർത്താവായ യേശു ക്രിസ്തു വിരവിൽ വരും. നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ച് പഠിക്കുന്നത് പോലെ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എന്നാൽ സാധാരണ നമ്മുടെ പെന്തക്കോസ് സമൂഹങ്ങളിലും മറ്റ് ഇതര സമൂഹങ്ങളിലും പഠിപ്പിക്കുന്നത് മേഘങ്ങളിലുള്ള വരവ്, അതിനെ 1ാം വരവ് എന്നാണ്. എന്നാൽ ആ പഠിപ്പിക്കലിനോട് അല്പം ആശയപ്പൊരുത്തം എനിക്കുണ്ട്. കാരണം 1ാമത്തെ വരവ് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അത് ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുൻപാണ്.
കാൽവറി കുലക്കളത്തിലെ മരണം കൈവരിച്ച ആ സമയം വരെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 33.5 വയസ്സ് വരെ, 33.5 വർഷം. ഈ 33.5 വർഷത്തിന് ശേഷം കർത്താവ് മരണം കൈവരിച്ച് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇനി മേഘങ്ങളിൽ വരികയാണ്. നമ്മൾ മുൻപ് കേട്ടതുപോലെ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരും അന്ന് ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാരും ഒരുമിച്ച് രൂപാന്തര ശരീരത്തോടുകൂടെ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയാണ്. അങ്ങനെ എടുക്കപ്പെട്ടതിന് ശേഷം ആ ഒരു വരവിനെ നമ്മൾ ഒന്നാമത്തെ വരവ് അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ ആ വരവ് എന്ന് പറയുന്നത് മേഘങ്ങളിൽ വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഒന്നാമത്തേതായോ രണ്ടാമത്തേതായോ നമുക്ക് കണക്കാക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ ഈ പ്രഭാതത്തിൽ അത് പറഞ്ഞ് ഞാൻ ഇപ്പോൾ തൽക്കാലം നിർത്താം. ഈ ഒന്നാമത്തെ വരവ് സംഭവിച്ചു. നമ്മൾ അതുകൊണ്ട് വിശുദ്ധന്മാരായിത്തീർന്നു. നമുക്ക് കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം കിട്ടി. നമ്മൾ കർത്താവിൻ്റെ മക്കളായിത്തീർന്നു. ഇനി വാനവിരവിൽ കർത്താവ് വരുന്നത് നമ്മെ ചേർക്കാനാണ്. നാമും ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കർത്താവിനെ എതിരേൽക്കുകയാണ്. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ് നടക്കുന്ന പ്രീ മില്ലേനിയൽ പെർസ്പെക്റ്റീവിൽ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷമാണ് ഇവിടെ 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടവും 1000 ആണ്ട് വാഴ്ചയൊക്കെ നടക്കുന്നത് എന്ന് പ്രീ മില്ലേനിയൽ പെർസ്പെക്റ്റീവിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. കേൾക്കപ്പെടുന്ന ഓരോ തിരുവചനങ്ങളും ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ കോറിയിടുവാൻ പരിശുദ്ധാത്മാവിടയാക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.